ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ചക്ക ഇതിപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ ചക്ക ഇഷ്ടമില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും ചക്ക, മിക്കവാറും എല്ലാവർക്കും ചക്ക ഇഷ്ടമാണ്. ചക്ക കൊണ്ട് നമുക്കിപ്പോൾ പുതിയ പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ പണ്ട് നമ്മൾ ചക്ക വരട്ടിയിട്ട് അട ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പം ഞാനിന്ന് ചക്ക പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അതിലാദ്യം തന്നെ ചക്ക നന്നായി മിക്സിയിൽ അരയ്ക്കണം. മിക്സിയിൽ അരച്ച് കഴിഞ്ഞിട്ട് ഇത് നോൺ സ്റ്റിക്കിലേക്ക് ഇട്ട് നല്ലോണം അങ്ങനെ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഇത്തിരി കോൺഫ്ലവർ കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. അതിന് മുമ്പ് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് ലൂസാവും. ആ ലൂസായതാണ് നേരത്തെ കണ്ടത്. ലൂസായി കഴിയുമ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർക്കുക. കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് തിക്കാവണം. തിക്കായിക്കൊണ്ടിരുന്നാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് പുഡിങ്, പിന്നെ ചക്ക വിളയിച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി കസ്റ്റേർഡ്, ഇത് തിക്കാവുമ്പോൾ കസ്റ്റേർഡ് വാനിലയുടെയാണത്. വാനിലയാണുള്ള മിക്ക കുട്ടികൾക്കും ഇഷ്ടമുള്ളത് വാനിലയാണ്. അപ്പോൾ ഇത്തിരി വാനില ഞാൻ കലക്കിയിട്ട് ശകലം പാലെടുത്തിട്ട് അതിൽ കലക്കിയിട്ടാണ് ഞാൻ ഈ വാനില ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കുക. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേഗം ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് തിക്കായി ദോശമാവിൻ്റെ അല്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ ആ പാകത്തിന് നമ്മൾ തിക്കായി കഴിയുമ്പോൾ പിന്നെ ഞാനൊരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയൊരു ബൗളാണ്. ആ ബൗളിലേക്ക് അത് നമ്മൾ ഒഴിക്കുക. പാത്രത്തിലേക്ക് ഒഴിച്ചത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതായി ഉണ്ടോ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മളത് നന്നായി ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് മൂടിയിട്ട് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് അത് ഒരു അരമണിക്കൂർ പോരാ, 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ഞാനിപ്പോൾ മുന്തിരി മാത്രമേ ഇടുന്നുള്ളൂ. പിസ്ത അല്ലെങ്കിൽ ബദാം, കാഷ്യൂ എല്ലാം ക്രഷ് ചെയ്തിട്ട് ഇടാം. ക്യാഷ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇട്ടില്ല. ഞാൻ മുന്തിരി മാത്രമേ ഇട്ടുള്ളൂ. ഇഷ്ടമായിരിക്കും. മധുരം നല്ല ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇത്തിരി പഞ്ചസാര ഇടാം. ഈ ചക്ക അരിഞ്ഞിട്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചത്. ചക്ക പുഡിങ് അങ്ങനെ പുഡിങ് ഫ്രീസറിൽ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്. നല്ലോണം സെറ്റായിട്ടില്ല. നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നാളെ എടുക്കുന്നുള്ളൂ. നാളെ എടുക്കുമ്പോഴേക്കും നല്ലോണം സെറ്റായിട്ടുണ്ടാവുന്നുണ്ട്. അതിപ്പോൾ ശരിക്കും സെറ്റായിട്ടില്ല, എന്നാലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട്. മധുരമൊക്കെ നല്ല പാകത്തിനുണ്ട്. അപ്പം നിങ്ങൾ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. വെറൈറ്റി സംഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓക്കെ. താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവർക്കും കൂടി അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ഈസി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, വളരെ ഈസിയാണ്. മിക്സിയിലൊന്ന് അരയ്ക്കണം. നമ്മൾ അത്രയും പണിയുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.